പ്രമാണമല്ല നമുക്ക്. അത് പ്രമാണമാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല. നിങ്ങളിത് ഈ പഠിപ്പിച്ചു എന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അത് പ്രമാണമാണ് എന്നും ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഖുർആന്, സ്വഹീഹായ ഹദീസ്, ഇജ്മാ, ഖിയാസ്, ഇതാണ്. നിങ്ങൾ പുതിയ മെമ്പർഷിപ്പ് തരണ ഇജ്മാം ഖിയാസും വഹാബിയാക്ക് ഇല്ല കേട്ടോ. വെറുതെ പൊട്ടത്തരം പറയരുത് പ്ലീസ്. നിങ്ങൾ ആരോ പറഞ്ഞ് പറ്റിച്ചതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടിങ് പോയിന്റ് ആണ്. ഒന്നും കൂടെ കൃത്യമായിട്ട് വഹാബി പ്രസ്ഥാനം എന്താന്ന് പഠിക്കണം. ഇജ്മാം ഖിയാസും അവർക്ക് ഉണ്ടെങ്കിൽ ഈ തറാവീഹിന്റെ വിഷയോ അതുപോലെ തന്നെ ഇസ്രാ മിറാജിന്റെ നോമ്പോ ഈ ശഅബാൻ 15ന്റെ നോമ്പോ അതൊന്നും ഒരു വിഷയേ ഓൽക്കല്ല. ഈ ഇജ്മാവും ഖിയാസും ഇല്ലാത്തത് കൊണ്ടാണ് ഈ വഹാബി പ്രസ്ഥാനം തന്നെ നിലനിൽക്കുന്നത്. ഈ മൂപ്പര തെളിവ് ഒന്ന് കേൾക്കാം. അല്ലാത്ത സമയത്താവട്ടെ റസൂലുള്ളാഹി 11-ൽ കൂടുതൽ അധികരിപ്പിക്കാറുണ്ടായിരുന്നില്ല. റമളാനിലാവട്ടെ അല്ലാത്ത സമയത്താവട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 11-ൽ കൂടുതൽ അധികരിപ്പിക്കാറുണ്ടായിരുന്നില്ല. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ തറാവീഹ് റമളാനിലുള്ളതാണോ അല്ലെങ്കിൽ റമളാന്റെ പുറത്തുള്ളതാണോ? ഇത് രണ്ട് സമയത്തും ഉണ്ടോ? ഞങ്ങളെ നാട്ടിലൊക്കെ തറാവീഹ് അല്ല ആ സമയത്തുള്ളത്. റമളാനിലും അല്ലാത്ത സമയത്ത് ഉണ്ടാവണ നിസ്കാരം ഏതാണെന്നറിയോ? വിത്ർ നിസ്കാരമാണ്. അതിന്റെ സമയം എപ്പോഴാന്ന് കുഞ്ഞൊക്കെ അറിയൂലേ? അതിനാണ് എല്ലാ ഇമാമുമാരും ഈ തെളിവ് ഉദ്ധരിക്കല്. നിങ്ങളെ പോലത്തെ ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് വഹാബി ഓഫീസിൽ നിന്ന് കൊടുത്തയക്കുന്നതാണ് തറാവീഹിന് തെളിവായിട്ട് ഈ ഒരു ഹദീസ്. എൻ്റെ പ്രിയപ്പെട്ട ഇക്ക, നിങ്ങളോട് സ്നേഹത്തോടൊരു കാര്യം പറയട്ടെ. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിലേക്ക് തിരിച്ചു വരിക. വഹാബികളോട് നിങ്ങൾ ചോദിക്കുമ്പം അത് അൽമനാർ ആണെന്നോ അല്ലെങ്കിൽ അത് അൽ മുർഷിദ് ആണെന്നൊക്കെ പറയും. അതിലൊന്നും നിങ്ങൾ പെട്ടുപോകരുത്. നിങ്ങളെ മദ്രസകളിൽ പഠിപ്പിച്ച പുസ്തകം തന്നെയാണ്. അതിൽ യാതൊരു മാറ്റവും ഇല്ല. നിങ്ങൾ ഏതായാലും ചെറിയൊരു അബദ്ധം പറ്റിയതാവും. തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇൻഷാ അല്ലാഹ്.